ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരുടെയും +2 പഠനം തുടങ്ങിയിട്ടുണ്ടാവും അറിയാം. നമ്മുടെ യുവ ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഇനിയും ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ +1 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പഠനത്തിന്റെ ഒരു ഏകദേശ ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? +1 നിങ്ങൾക്ക് ചെറിയ ചെറിയ ടോപ്പിക്സുകളായിരുന്നു പഠിക്കാനുള്ളത്, അതായത് ബേസിക് കൺസെപ്റ്റ് അല്ലേ? സോ അത് പഠിക്കാനും നിങ്ങൾക്ക് എന്തായിരുന്നു, കുറേ കൂടെ എളുപ്പമായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പൊ അക്കൗണ്ടൻസി ആയാലും ഇക്കണോമിക്സ് ആയാലും ബിസിനസ് സ്റ്റഡീസ് ഒക്കെ എന്തായിരുന്നു, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ? സോ +2ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകിൽ ഒരു പഴയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ ഏകദേശം ഒന്ന് മറച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറേ ടേംസുകളും വൈഡർ ആയിട്ടുള്ള ടോപ്പിക്സുകളും ഒക്കെയാണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ +1 നിങ്ങളുടെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആ ടോപ്പിക്സിന്റെ എല്ലാം ഒരു ഡെപ്തായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമുക്ക് +2 ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ +2ലേക്ക് വരേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ +1 നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ട്രാറ്റജി അല്ല ഇനി +2 വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇനിയും +1 ഫോളോ ചെയ്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് പിന്തുടരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും പണി കിട്ടും. ഓക്കെ, അപ്പൊ ആരും വെറീഡ് ഒന്നും ആവണ്ട. എന്തായാലും +1 ഉള്ളതുപോലെ തന്നെ സപ്പോർട്ടുമായിട്ട് Xylem ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം നിങ്ങൾ ഒരു ചെറിയ കാര്യം കൂടെ മൈൻഡിൽ വെക്കുക. എന്താന്ന് വെച്ചാൽ നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുക. സോ അതിലുണ്ടായിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അല്ലേ നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണ്, കുറച്ച് ഫോംസ് ഓഫ് ബിസിനസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇനി +2ലേക്ക് വരുന്ന സമയത്ത് എല്ലാതരം ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും. അതായത് ആ ബിസിനസ്സിനെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ എന്താണ് നമ്മുടെ സൊസൈറ്റിയോട് അതെന്തെല്ലാം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്തെല്ലാം റൈറ്റ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വൈഡർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, +2ലേക്ക് വരുന്ന സമയത്ത് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അതെല്ലാം നമുക്ക് ഉറപ്പാണ് അല്ലേ? നിങ്ങളുടെ എക്സാംസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ അറിഞ്ഞതുമാണ്. സോ +2 ഇതുപോലെ തന്നെ ഉയർന്ന സ്കോറോടുകൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഹോൾ Xylem കൊമേഴ്സ് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. +1 പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല മാർക്ക് +2 സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ജേർണി എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. മീറ്റ് യു സൂൺ ഗൈസ്.